ഇതാണ് 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പം 5 കൊണ്ട് ഹരിക്കാവുന്ന ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 10 ആണല്ലേ. 10 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അടുത്ത സംഖ്യ ഏതാ? 15 ചെയ്യാം. പക്ഷേ 15 ഇരട്ട സംഖ്യയാണോ? അല്ല. അപ്പോൾ ഇനി അടുത്ത സംഖ്യ ഏതാണ്? 20, അതിനുശേഷം 30, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആണല്ലോ. ഇവിടുത്തെ ആദ്യ പദം ഏതാണ്? അതായത് ആദ്യത്തെ സംഖ്യ ഏതാണ്? നമ്മുടെ ആദ്യത്തെ സംഖ്യ? 10 ആണല്ലേ. അപ്പോൾ A = 10. ഓക്കെ ആണേ. ഇനി D എത്ര? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതും 10. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? തുകയാണ്. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. എന്ത്? S എന്ന് പറയുന്ന തുക n/2 × 2a + n - 1 × d. ഓക്കെ ആണേ. ഇവിടുത്തെ നമുക്ക് എത്ര എണ്ണത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ n എത്രയാണ്? 100 ആണ്. അപ്പോൾ 100/2 2 × ഇവിടുത്തെ a എത്രയാണ്? 10 പ്ലസ് n നമ്മൾ ഓൾറെഡി പറഞ്ഞു 100 - 1 എന്ന് പറയുമ്പോൾ 99 × 10. ഓക്കെ ആണേ. ഇനി ഇവിടെ എത്ര കിട്ടും? 15 കിട്ടും അല്ലേ. 15 2 × 10 എന്ന് പറയുന്നത് 20 ആണ്. പ്ലസ് ഇവിടെ എത്ര കിട്ടും? 99 × 10 എന്ന് പറയുമ്പോൾ 919 കിട്ടും. ഇനി 15 × 919 + 20 എത്രയാണ്? 1010. ഓക്കെ. ഇനി ഈ 1010 × 15 ചെയ്യുക. 1010 × 50 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1010 × 50 എന്ന് പറയുന്നത് എത്രയാണ്? എത്ര കിട്ടും? 50,500 എന്ന് കിട്ടും. 50,500. ഓക്കെ ആണേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 50,500 ആണ്. 50,500 ആണ് ഇതിൻ്റെ ആൻസർ.